ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം ഇന്ത്യൻ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ മുത്തുമണികളെ, നാളെ 8ാം ക്ലാസ്സിൻ്റെ മലയാളം ഫസ്റ്റിൻ്റെ എക്സാമിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരുപാട് സംശയങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. 8ാം ക്ലാസ്സിൻ്റെ മലയാളം ഫസ്റ്റ് എക്സാമാണ്. എത്ര മാർക്കിനാണ് പരീക്ഷ ഉണ്ടാവുക, ഏതൊക്കെ ചോദ്യങ്ങൾക്ക് എങ്ങനെ ഉത്തരം എഴുതണം, ഓരോ ചോദ്യത്തിനും എത്ര മാർക്ക് വീതമാണ്, ആ ചോദ്യത്തിന് എത്ര പേപ്പർ എഴുതണം എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ എൻ്റെ മുത്തുമണികൾക്ക് ഉണ്ടെന്ന് സാറിന് അറിയാം. അതൊക്കെ തീർക്കാൻ വേണ്ടിയാണ് സാർ ഈ വീഡിയോയിലേക്ക് വന്നത്. അപ്പോൾ നാളത്തെ പേപ്പർ ഇങ്ങനെ ആയിരിക്കുമെന്നാണ് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുക. അതായത് നിങ്ങൾ 8ാം ക്ലാസ്സിലെ മുത്തുമണികൾ മലയാളം ഫസ്റ്റ് എക്സാമിലേക്ക് പോകുമ്പോൾ, ക്രിസ്മസ് പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ അവിടെ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഏത് വിധത്തിലായിരിക്കും, എത്ര മാർക്കിനായിരിക്കും എന്നൊക്കെ നമുക്ക് കൃത്യമായി ഒന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഉടനെ അത് വായിച്ച് വേഗം ഉത്തരം എഴുതാൻ നിൽക്കാൻ പാടില്ല. പിന്നെ എന്താ വേണ്ട എൻ്റെ മുത്തുമണികളെ, നിങ്ങളെ നിർദ്ദേശങ്ങൾ കൃത്യമായി ഒന്ന് വായിച്ച് നോക്കുക. എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ? ആദ്യത്തെ 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്, കൂൾ ഓഫ് ടൈമാണ്. ആ സമയം അപ്പുറം ഇപ്പുറം വായി നോക്കി നടന്ന് പേനേനെ മഷി തറന്ന് പിന്നെ അപ്പുറത്തിരിക്കുന്ന തോണ്ടി വർത്തമാനം പറഞ്ഞ സമയം കളയരുത്. ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങൾ നന്നായി ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു നോക്കുക. ഓക്കെ, ചോദ്യങ്ങൾ വായിക്കാനും ഉത്തരങ്ങൾ ക്രമപ്പെടുത്താനും ഈ സമയം വിനിയോഗിക്കണം. നല്ല പോലെ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കണം. ഉത്തരങ്ങൾ ആലോചിച്ച് വെച്ച് ഉത്തരങ്ങളൊക്കെ വന്നിന് ഒന്ന് നോക്കി വെക്കുക. ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും ശ്രദ്ധാപൂർവം വായിച്ച് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. അല്ലേ, എല്ലാ ചോദ്യങ്ങളും കൃത്യമായി വായിച്ച് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ നിങ്ങൾ പ്രാപ്തരായിരിക്കണം. എ അല്ലെങ്കിൽ ബി തരത്തിലുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ മതി. ചിലപ്പോൾ ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എ ഓർ ബി എന്നൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അല്ലെ, ഏതെങ്കിലും ഒന്നിന് എഴുതിയാൽ മതി. ചില മക്കൾ വിചാരിക്കും എ ഓർ ബി അല്ലേ, അപ്പോൾ രണ്ടിനും ഉത്തരം എഴുതാം, അപ്പോൾ രണ്ടിനും ഉത്തരം എഴുതിയപ്പോൾ മാർക്ക് കിട്ടിയാലോ, അങ്ങനെ വിചാരിക്കുന്ന ആളുണ്ട്. കൂടുതൽ മാർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ എ ഓർ ബി അല്ലെങ്കിൽ ഓർ എന്നൊരു ചോദ്യം വന്നാൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. 2 ചോദ്യത്തിനും ഉത്തരം എഴുതിയാൽ മാർക്ക് കിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓർ ക്വസ്റ്റ്യൻസ്. പിന്നെ ഉത്തരം എഴുതുമ്പോൾ സ്കോർ, സമയം എന്നിവ പരിഗണിക്കണം. എത്ര മാർക്കിനാണോ ആ ചോദ്യവും ആ സമയവും ആ മാർക്കും പരിഗണിച്ച് വേണം നിങ്ങൾ ഉത്തരം എഴുതാൻ. അരപ്പുറം മാത്രം മതി, ഒരു പുറം ആക്കണ്ട. 3-4 വാക്യത്തിൽ മാത്രം ഉത്തരം എഴുതുക എന്ന് പറഞ്ഞാൽ 3-4 വാക്യം മാത്രം മതി, അരപ്പുറം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അതൊക്കെ മനസ്സിലാക്കി കൂടുതൽ മെച്ചപ്പെട്ട് എക്സാം എഴുതുക. ഇനി ജോബിൻ സാറാ വക ചില ഉപദേശം എന്ന് പറയുന്നത്, കോപ്പി അടിക്കരുത്. മലയാളത്തിന് കോപ്പി അടിച്ച തുണ്ട് വെച്ച സമയം കിട്ടില്ല, നമുക്ക് പൂർണ്ണമായി എക്സാം എഴുതാൻ പറ്റില്ല. മറ്റു വിഷയങ്ങളെ പോലെയല്ല, മലയാളം ചിന്തിച്ചെഴുതുന്ന വിഷയമാണ്. അപ്പം ചിന്തകൾക്ക് തന്നെ ഒരുപാട് സമയം പോകും. ആ സമയം നിങ്ങൾ കോപ്പി അടിക്കാനും വായി നോക്കിയാനും അപ്പുറം ഇപ്പുറം നടക്കുന്ന ആളെ നോക്കിയിരുന്നാലും സമയം ക്ലോക്ക് പോകുന്ന നോക്കിയിരുന്നാലും ജനലിൽ കൂടി വായി നോക്കിയാലൊക്കെ സമയം പോവും. അതുകൊണ്ട് വായി നോക്കി സമയം കളയരുത്, കോപ്പി അടിച്ച് സമയം കളയരുത്. നിങ്ങൾക്കറിയുന്ന കാര്യം കൃത്യമായ സമയത്ത് എഴുതി വെക്കാൻ എൻ്റെ മക്കൾ ശ്രദ്ധിക്കുക. പിന്നെ നല്ല ചായ കുടിച്ച് പോകണം, ഫുൾ കോൺഫിഡൻസിൽ പോകണം. പിന്നെ ട്രാൻസ്പെറൻ്റ് ആയ ഒരു വാട്ടർ ബോട്ടിലിൽ വെള്ളമൊക്കെ വെച്ച് കുടിച്ച് റിലാക്സ് ആയിട്ട് എഴുതുക. ഒരുപാട് ഉപന്യാസവും ആസ്വാദനക്കുറിപ്പൊക്കെ എഴുതുമ്പോൾ ക്ഷീണിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ കൈ വേർക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ടൗലൊക്കെ വെച്ചിട്ട് പോകണം കേട്ടോ. കൈ വേർക്കാണെങ്കിൽ കൈയൊക്കെ തുടക്കാം. ഒരുപാട് എഴുതേണ്ടി വരും മലയാളത്തിന്. ഈ നിർദ്ദേശങ്ങൾ കൃത്യമായി ഒന്ന് വായിച്ചു നോക്കുക. ഇനി നമുക്ക് എത്ര മാർക്കിനാണ് നമ്മുടെ പരീക്ഷ, എത്ര സമയമാണ് പരീക്ഷ നമുക്ക് പെട്ടെന്ന് നോക്കാം. ആകെ 40 മാർക്ക്. 40 മാർക്കിൻ്റെ പരീക്ഷ 1.5 മണിക്കൂർ. അതിൽ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതണം. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ഒരു ചോദ്യത്തിന് 1 മാർക്ക് വീതം. ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതം. അങ്ങനെ 4 ചോദ്യം ഉണ്ടാവും, 4 മാർക്ക്. 1 വേർഡാണ്. 5 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾക്ക് 3-4 വാക്യത്തിൽ മാത്രം ഉത്തരം എഴുതുക. അത്ര മക്കളെ, 3-4 വാക്യം കൂടരുത്, കൂടിയ സമയം കിട്ടില്ല. അതായത് 5 മുതൽ 7 വരെയുള്ള ചോദ്യത്തിന് 3-4 വാക്യത്തിൽ മാത്രം ഉത്തരം എഴുതുക. അതിൽ കൂടിയാൽ നമുക്ക് സമയം കിട്ടില്ല എന്നാണ് പറയുന്നത്. 5, 6, 7, 5 മുതൽ 7 വരെയുള്ള ചോദ്യത്തിന് 3-4 വാക്യത്തിൽ ഉത്തരം എഴുതിയാൽ മതി. 3 മാർക്ക് വീതം. എത്ര? 9 മാർക്ക് അവിടെ കിട്ടി. പിന്നെയോ 8 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങൾക്ക് എത്ര മക്കളെ? 8, 9, 10, 11 4 ചോദ്യങ്ങൾക്ക് 5 മാർക്ക് വീതം. അരപ്പുറത്തിൽ കവിയാതെ. അരപ്പുറം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ വിചാരിച്ച കാര്യം എന്താണ്? അരപ്പുറത്തിൽ കവിയാതെ എന്ന് പറഞ്ഞാൽ ഇത് ഒരു പുറമാണ്. ഇതൊരു പേപ്പറിൻ്റെ ഒരു പുറം, ഇതിൽ കവിയരുത്. ഇതിൻ്റെ അരപ്പുറം എന്ന പകുതി. ഒരു പുറം വെച്ചാൽ ഇത്രയാട്ടോ.
ഒരു പുറം എന്ന് വെച്ചാൽ ഒരു പേജ് മാത്രമേ ഉള്ളൂ. ഈ രണ്ട് പുറവുമല്ല ഒരു പുറം, ഒരു പേജ് ഒരു പുറം. ഒരു പുറത്തിൽ കവ്യാതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ വേണ്ട. അരപ്പുറം എന്ന് പറഞ്ഞാൽ ഒരു പേജിൻ്റെ പകുതി. അത് ക്ലിയർ അല്ലേ? ഓക്കെ. ഇപ്പം എന്താണ് 8 മുതൽ 11 വരെയുള്ള ചോദ്യം, 8, 9, 10, 11 4 ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവ്യാതി ഉത്തരം എഴുതുക. 5 മാർക്ക് വീതം 20 മാർക്ക് കിട്ടും. ഇവിടെയും ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാകും. അതിന് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ 4 മാത്രം ഉത്തരം എഴുതിയാൽ മതി. 5 മാർക്ക് വീതം 20 മാർക്ക് കിട്ടും. ഇവിടെ 5 ക്വസ്റ്റ്യനും ഉത്തരം എഴുതണ്ട. ഇവിടെ ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെയോ താഴെ തന്നിരിക്കുന്ന ചോദ്യത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. ഒരു പുറത്തിൽ കവിയരുത്. അതായത് 2 ചോദ്യം ഉണ്ടാവും, അതിലേതെങ്കിലും ഒന്ന് എഴുതുക. എസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. 7 മാർക്ക് വീതം. ഇത്തരത്തിൽ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് 40 മാർക്ക് സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ ഈ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ചുറ്റുമുള്ള ആൾക്കാരെ നോക്കി സമയം കളയരുത്. പേപ്പർ കിട്ടി ക്വസ്റ്റ്യൻസ് മുഴുവനും വായിച്ച് 15 മിനിറ്റ് കഴിഞ്ഞ് ഉടനെ എഴുതാൻ തുടങ്ങുക. ആദ്യം എസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എഴുതുക. പിന്നെ അതിൻ്റെ മാർക്ക് കുറഞ്ഞ അരപ്പുറത്തിൽ കവിയാതെയുള്ള ക്വസ്റ്റ്യൻസ് എഴുതുക. 3 വാക്കിയത് ലാസ്റ്റ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എഴുതുക. അറിയുന്ന കാര്യങ്ങൾ ആദ്യം എഴുതി പോയി നല്ല മാർക്ക് സ്കോർ ചെയ്യുക. 8ാം ക്ലാസ്സിലെ മുത്തുമണികളെ, നിങ്ങൾ മലയാളം ഫസ്റ്റിൻ്റെ എക്സാമിലേക്ക് പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഉഷാറായിട്ട് എത്തണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പരീക്ഷ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.